പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ പരസ്യമായി പുനരറിയിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി അങ്കാറയിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രയേൽ ഭരണകൂടത്തിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ എർദോഗൻ വിമർശനം ഉന്നയിച്ചത്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും നടക്കുന്ന അക്രമങ്ങൾ മേഖലയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് തള്ളിവിടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പലസ്തീൻ വിഷയം പരിഹരിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് ഏക പോംവഴിയെന്ന് തുർക്കി വ്യക്തമായ നിലപാട് ആവർത്തിച്ചു. 1067 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായ ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് വരെ തുർക്കിയുടെ നയതന്ത്ര പോരാട്ടം തുടരുമെന്ന് അങ്കാറയിൽ എർദോഗൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും മേഖലയിൽ പിന്തുടരുന്നത് അത്യന്തം ആക്രമണോത്സുകമായ നയങ്ങളാണെന്ന് എർദോഗൻ കുറ്റപ്പെടുത്തി. ഗാസയിലെ മാനുഷിക ദുരന്തത്തിന് കാരണം ഇത്തരം തീവ്ര നിലപാടുകളാണെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം പലസ്തീൻ നിവാസികൾക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ലംഘനങ്ങളെയും പ്രകോപനങ്ങളെയും കടുത്ത ഭാഷയിൽ അപലപിച്ചു. മുസ്ലിങ്ങളുടെ സുപ്രധാന പുണ്യകേന്ദ്രങ്ങളായ അൽ അക്സ പള്ളിക്കും ഇബ്രാഹിമി പള്ളിക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ എർദോഗൻ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തി. ജെറുസലേമിലെ ചരിത്രപരവും നിയമപരവുമായ നിലവിലെ സ്ഥിതി തിരുത്തിയെഴുതാൻ ഇസ്രയേൽ ഭരണകൂടവും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും നടത്തുന്ന ശ്രമങ്ങൾ തുർക്കി ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അൽ അക്സ പള്ളിയിലെ ആരാധനാ സ്വാതന്ത്ര്യത്തിനുമേൽ ഇസ്രയേൽ ഏർപ്പെടുത്തുന്ന വിലക്കുകളും പരിശോധനകളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അങ്കാറയിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ എർദോഗൻ കൂട്ടിച്ചേർത്തു. ഇത്തരം പ്രകോപനപരമായ നടപടികൾ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നവയാണ്. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ അങ്കാറ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പലസ്തീനിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ പലസ്തീന്റെ ശബ്ദം കൂടുതൽ ശക്തമായി കേൾപ്പിക്കുന്നതിനും തുർക്കിയുടെ പിന്തുണ നിർണായകമാണ്. ഗാസയിലെ വൻതോതിലുള്ള നാശനഷ്ടങ്ങളും മാനുഷിക ദുരന്തവും ആഗോള സമൂഹത്തിന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് എർദോഗൻ തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. കുടിവെള്ളവും മരുന്നും ഭക്ഷണവും ലഭിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുമ്പോൾ അന്താരാഷ്ട്ര ശക്തികൾ നിശബ്ദത പാലിക്കുന്നത് അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ അനധികൃത ഇസ്രയേലി കുടിയേറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെയും തുർക്കി പ്രസിഡന്റ് ശക്തമായി വിമർശിച്ചു. പലസ്തീനികളുടെ ഭൂമി കയ്യേറി നടത്തുന്ന ഇത്തരം നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾ ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തെ തകർത്താൻ ലക്ഷ്യമിട്ടുള്ളവയാണ്. മുസ്ലിം ലോകത്തെ രാജ്യങ്ങൾ പലസ്തീൻ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും എർദോഗൻ എടുത്തു പറഞ്ഞു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പോലുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകൾ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇസ്രയേലുമായി മുൻകാലങ്ങളിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഗാസയിലെയും മറ്റു മേഖലകളിലെയും വൻതോതിലുള്ള ആക്രമണങ്ങളെ തുടർന്ന് തുർക്കി തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളിൽ പോലും വൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിനോടുള്ള പ്രതിഷേധം അങ്കാറ പരസ്യമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്ര സഭാ പ്രമേയങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ഭരണകൂടം മുന്നോട്ടു പോകുന്നതെന്ന് എർദോഗൻ കുറ്റപ്പെടുത്തി. യുദ്ധക്കുറ്റങ്ങൾ ചുമത്തപ്പെടേണ്ട നടപടികളിലാണ് ഗാസയും വെസ്റ്റ് ബാങ്കിലും നടക്കുന്നത്. മഹ്മൂദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ച കേവലം ഒരു നയതന്ത്ര ചടങ്ങ് എന്നതിലുപരി പശ്ചിമേഷ്യയിലെ ഭാവി നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന വേദിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് തുർക്കി നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പലസ്തീൻ നേതൃത്വം നന്ദി അറിയിച്ചു. കിഴക്കൻ ജെറുസലേമിന്റെ ജനസംഖ്യാപരവും സാംസ്കാരികവുമായ സവിശേഷതകൾ മാറ്റിയെഴുതാനുള്ള ഏതൊരു നീക്കവും പശ്ചിമേഷ്യയിൽ വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന് വഴിവെക്കുമെന്ന് രാഷ്ട്രീയ സൈനിക നിരീക്ഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അൽ അക്സ പള്ളിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു അനക്കം പോലും ആഗോളതലത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രയേലിന് നൽകുന്ന അന്ധമായ പിന്തുണ അവസാനിപ്പിക്കണമെന്ന് തുർക്കി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. വിദേശ ശക്തികളുടെ പിന്തുണയോടെ നടത്തുന്ന ഇത്തരം കടന്നുകയറ്റങ്ങളാണ് മേഖലയിൽ ശാശ്വതമായി സമാധാനം പുലരുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. പലസ്തീൻ പോരാട്ടം കേവലം ഒരു പ്രദേശത്തിന് വേണ്ടിയുള്ള തർക്കമല്ല, മറിച്ച് സ്വയം നിർണയാവകാശത്തിനും മനുഷ്യത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തുർക്കി തങ്ങളുടെ നിലപാട് അവസാനിപ്പിച്ചത്.
അങ്കാറയിൽ നിന്ന് ഉയർന്ന ഈ കടുത്ത ശബ്ദം ഇസ്രയേലിനും നയതന്ത്ര ലോകത്തിനും ഒരുപോലെ ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ നടത്തുന്ന ഓരോ ഏകപക്ഷീയ നീക്കത്തെയും ശക്തമായി ചെറുക്കാൻ തയ്യാറായി തന്നെയാണ് തുർക്കി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ പലസ്തീനു വേണ്ടിയുള്ള നയതന്ത്ര പോരാട്ടം കൂടുതൽ ശക്തമാക്കാനാണ് അങ്കാറയുടെ തീരുമാനം.